തിരിച്ച് സെനറ്റ് ഹാളിലേക്കൊന്ന് വരണം. അവിടെ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഉണ്ടാകുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. പോലീസിന്റെ സുരക്ഷിതത്വം ഉണ്ടായെങ്കിൽ പോലും സെനറ്റ് ഹാളിനുള്ളിലേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് SFI പ്രവർത്തകർ ഇപ്പോഴുള്ളത്. പക്ഷേ പോലീസ് അവരെ തടയുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും അല്പസമയത്തിനകം തന്നെ. ഗവർണർ ഇപ്പോൾ സെനറ്റ് ഹാളിനുള്ളിലാണ്. അവിടെ സംസ്കൃത വിഭാഗത്തിന്റെ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് ഗവർണർ. വലിയ സുരക്ഷാ സന്നാഹങ്ങളിലാണ് ഗവർണറെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ സമയത്തൊന്നും പ്രതിഷേധമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ തോതിൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് SFI പ്രവർത്തകർ. ഞങ്ങൾ ഉത്തരവാദികളല്ല, അപ്പോൾ നിങ്ങൾ പറയരുത് ഞങ്ങൾ അക്രമകാരികളെന്ന്. ഇല്ല പുറകോട്ടില്ല, ഈ സമരം പുറകോട്ടില്ല, SFI പുറകോട്ടില്ല. ഈ സമരം തീരും വരെയും ഇല്ല ഞങ്ങൾ പുറകോട്ടില്ല. മോഹനം വീശി തെമ്മാടി മര്യാദയ്ക്ക് പറഞ്ഞേക്കാം. രാജിവെച്ച് പോ പുറത്ത്. ഇല്ല പുറകോട്ടില്ല. ഞങ്ങൾ പുറകോട്ടില്ല. ഓരോ അടിയും മുന്നോട്ട്. സഖാക്കളെ നാം മുന്നോട്ട്. പ്രതിഷേധം രമ്പട്ടെ. ആളിക്കത്തെ പറയട്ടെ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? നിങ്ങളറിഞ്ഞോ വിദ്യാർത്ഥികളെ? പാവനമായൊരു വിദ്യാഭ്യാസം അട്ടിമറിക്കാൻ നോക്കുന്നേ. സംഘപരിവാർ നോക്കുന്നേ. മോഹനം വീശി തെമ്മാടി രാജിവെച്ച് പോ പുറത്ത്. ഇല്ല പുറകോട്ടില്ല. ഓരോ അടിയും മുന്നോട്ട്. സഖാക്കളെ നാം മുന്നോട്ട്. ഡാന് എന്താണ് സംഭവിക്കുന്നത്? സെനറ്റ് ഹാളിന് പുറത്ത് SFI പ്രവർത്തകരുടെ വലിയ കൂട്ടം കാണാം. ഗവർണർ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയോ? അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സെമിനാറിനെ അഭിസംബോധന ചെയ്യും. ഇപ്പോൾ ഡോക്ടർ മോഹൻ കുന്നുമേൽ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രധാന കവാടത്തിൽ നടക്കുകയാണ്. ഗവർണർക്കെതിരെ വലിയ മുദ്രാവാക്യം വിളികളുണ്ട്. ആ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് ഗവർണർ ഇവിടെ ഈ പ്രധാന കവാടത്തിലേക്ക് കടന്നു വന്നത്. അല്പസമയത്തിനകം ഗവർണർ സംസാരിക്കും. ഈ സെമിനാറിനെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സെമിനാറാണ്. ഗവർണർ തിരികൊളുത്താൻ പോവുകയാണ്. ഈ ചടങ്ങിനെ ഇപ്പോൾ തിരികൊളുത്താൻ പോവുകയാണ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി. അതിനുശേഷമായിരിക്കും അദ്ദേഹം സംസാരിക്കുക. ഇപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടിയുടെ ഭാഗമായി ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രതിഷേധക്കാർ ഈ ഹാളിനുള്ളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ തരത്തിലുള്ള സുരക്ഷ പോലീസ് ഒരുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഗവർണർ തിരികെ മടങ്ങുന്ന വഴികളിലും സമാനമായ തരത്തിൽ തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ആ കവാടം, അതായത് സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറി വരുന്ന കവാടം, ഗ്രില്ലുകൾ അത് മുഴുവൻ താഴിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് വരികയും പോവുകയും ചെയ്യുന്നതിന് വേണ്ടി മാത്രം അത് തുറക്കുന്നതെന്നേ ഉള്ളൂ. കാരണം പ്രതിഷേധക്കാർ അകത്തേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്
അതിൻ്റെ എല്ലാ കവാടങ്ങളും പൂർണ്ണമായി തന്നെ അടയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ വീണ്ടും താഴിട്ട് അത് ലോക്ക് ചെയ്യുകയാണ്. സമാനമായ തരത്തിൽ തന്നെയാണ് ഉള്ളിലെ സാഹചര്യവും. ഇവിടുത്തെ മുഴുവൻ കവാടങ്ങളും, പ്രധാന കവാടം, അതോടൊപ്പം പുറത്തേക്ക് പോകുന്ന വഴികൾ, ജനലുകൾ അതടക്കമുള്ള എല്ലാം പൂർണ്ണമായി സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി, മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പോലീസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സെമിനാറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു അനുശ്രീ സംസാരിക്കുന്നു.